ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് സബ്സ്ക്രൈബർ നെയിം ഫുഡ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വീഡിയോൻ്റെ താഴെയും സബ്സ്ക്രൈബറിൻ്റെ നെയിം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കുഞ്ഞു കൂട്ടുകാർ എഴുതിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേരെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേരെടുത്തിട്ട് അതിൻ്റെ ഇനീഷ്യൽ അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് പേര് മാത്രമായിട്ട് ചെയ്യാം. ഇപ്പം നീതു കൃഷ്ണൻ, നീതു ഉദയ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേരുണ്ട്. അപ്പം നീതു മാത്രം എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കുറേ ഫുഡ് ചാലഞ്ചിലെ പേരുകൾ, അതായത് സബ്സ്ക്രൈബർ നെയിം ഫുഡ് ചാലഞ്ചിലെ പേരുകൾ ഇനീഷ്യൽ ഇല്ലാതെ ഞാൻ ഈ വീഡിയോയിൽ ഇടുകയായിരുന്നു. അപ്പോൾ എന്താണ്, ദുവാ മെഹറിനുണ്ട്, ദുവാ വേറെയുണ്ട്, വേറൊരു ഇനീഷ്യലുള്ള ദുവാ കുട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദുവാ മതി, അങ്ങനെ. ഓക്കെ, അപ്പോൾ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഇതാ ഒരു വലിയ സബ്സ്ക്രൈബർ നെയിം ഫുഡ് ചാലഞ്ച്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ അടുത്ത പേരിനെ കൊണ്ടുള്ള ഫുഡ് ചാലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേരല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഏല് അനാർ എടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണയിൽ നഗറ്റ്സ് പൊരിച്ചെടുക്കുന്നുണ്ട്. അതാണ് കഴിക്കുന്നത്. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചൂടോടുകൂടി നഗറ്റ്സ് തിന്നാൻ സൂപ്പറാണ്. എന്നിട്ട് നമ്മൾ കിറ്റ്കാറ്റാണ് എടുത്തിട്ടുള്ളത്. കിറ്റ്കാറ്റ് ഒരു വലിയത് എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫിംഗർ മാത്രമാണ് എടുത്ത് കഴിക്കുന്നത്. ബാക്കി മക്കൾക്ക് വേണമല്ലോ, അതവിടെ വെച്ചു. പിന്നെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ് കഴിക്കുന്നത്. ലാസ്റ്റ് ഒരു ആപ്പിൾ ജ്യൂസും. അപ്പോൾ ബ്യൂട്ടിഫുൾ നെയിം അനഘയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. ഇന്നത്തെ നെയിം ചാലഞ്ചിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഒരു കുഞ്ഞാവേൻ്റെ പേരാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിയിൽ ഡേറ്റ്സ് കഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലെറ്ററായ യുവില് യൂണിബിക് കുക്കീസാണ് കഴിക്കുന്നത്. അതൊന്നും എടുത്ത് കഴിക്കുന്നുണ്ട്. മോനാണ് ബിസ്ക്കറ്റ് എടുത്ത് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഏല് ആപ്പിളാണ് കഴിക്കുന്നത്. ഒരു കുഞ്ഞൻ ആപ്പിളും ഒരു കുഞ്ഞു പേരും ദുവ. ഇന്നത്തെ അടിപൊളി നെയിം ഏതാ നിങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെ ഫസ്റ്റ് ലെറ്ററിലേക്ക് പോവുക. എന്നിൽ നബാട്ടിയാണ് കഴിക്കുന്നത്. സ്ട്രോബെറി നബാട്ടിയാണ് ഒറ്റൊന്നും എടുത്തിട്ട് ഞാൻ തിന്നുന്നത്. അപ്പോൾ കുറേ പേര് എല്ലാ വീഡിയോൻ്റെ താഴെയും കമൻറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ലൈക്ക് കിട്ടുന്ന നെയിം ഞാൻ സെലക്ട് ചെയ്യും, ഒരു 4 എണ്ണം ഒരു വീഡിയോൻ്റെ താഴേന്ന്. എന്നിട്ട് നമ്മൾ എന്തായാലും വീഡിയോസ് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത ലെറ്ററായ ഐയിൽ ഐസ് വാട്ടറാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ലെറ്റർ എന്ന് പറയുന്നത് സെഡാണ്. സെഡിൽ ഞാൻ സെസ്റ്റ എടുക്കുന്നത്. ഓറഞ്ചിൻ്റെ തൊലി ഭയങ്കര കയ്പ്പാണ്. സെറ്റിൽ വേറെ എന്തൊക്കെ എടുക്കാൻ പറ്റും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനിയും നമുക്ക് എടുക്കണമല്ലോ, ഞാൻ ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആംലയാണ് എടുക്കുന്നത്. നെല്ലിക്ക എ ആയിരുന്നു ലാസ്റ്റ് ലെറ്റർ. ഇന്നത്തെ ക്യൂട്ട് നെയിം നിജ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബർ ഫുഡ് ചാലഞ്ചിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മളുടെ അടുത്ത അടിപൊളി പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ നമ്മളെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏലാണ്, എൻഡ് ചെയ്യുന്നത് ഏലാണ്. അങ്ങനെ ആപ്പിൾ ജ്യൂസ് ആണ് കുടിക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത ലെറ്ററിലേക്ക് പോവാം. അത് റോബസ്റ്റ് പഴമാണ് തിന്നുന്നത്. ഈ ഒരു നെയിമിൽ ഫ്രൂട്ട് ജ്യൂസ് എല്ലാം കേട്ടോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബിസ്ക്കറ്റേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഫ്രൂട്ട് ജ്യൂസാണ്. എന്തായാലും അടിപൊളി പേര് തന്നെ. പിന്നെ അനാറാണ് കഴിക്കുന്നത്. 3 A ഉണ്ട്. 2 A നമ്മൾ ആപ്പിൾ ജ്യൂസും 1 A അനാറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത ലെറ്ററായ ഡിയിൽ ഡേറ്റ്സ് തിന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എച്ച് ലെറ്ററിൽ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റാണ് കഴിക്കുന്നത്. അത് ഞാൻ പിടിച്ചത് തിരിഞ്ഞു പോയി. അപ്പോൾ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഒരു ബിസ്ക്കറ്റും. ലാസ്റ്റ് ലെറ്ററായ വൈയിൽ യോഗ ബാറാണ് കഴിക്കുന്നത്. ഇന്നത്തെ നമ്മൾ അടിപൊളി പേര് ആരാധ്യ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. സബ്സ്ക്രൈബർ നെയിം ചാലഞ്ച് പാർട്ട് 2. അങ്ങനെ ഫസ്റ്റ് ലെറ്റർ എസ്സിൽ നമ്മൾ സൂപ്പാന്നാക്കി കുടിക്കാൻ പോകുന്നത്. ചൂടോട് കൂടിയുള്ള നല്ല എരിവും പുളിയുമുള്ള അടിപൊളി സൂപ്പ്. അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഹണി എച്ചാണ് എടുക്കുന്നത്. എച്ചിൽ ഹണി, അതൊരു 2 സ്പൂൺ കുടിച്ചു. എന്നിട്ട് എ ലെറ്ററിൽ ഈ ഒരു ആപ്പിൾ ജ്യൂസ് അതാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാവം ഡിയിലുള്ള ദോശ മാത്രം ഞാൻ കഴിക്കുന്നുണ്ട്. ചുരുട്ടിക്കൂട്ടി ഇതുപോലെ ആക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇനി നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. വാനില കപ്പ് ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിച്ചു. ഐ ഫോർ ഐസ്ക്രീം. നെക്സ്റ്റ് ലെറ്ററായ വൈയും പിന്നത്തെ ലെറ്ററിലെ സാധനം ഞാൻ എടുത്തിട്ട് വരുന്നുണ്ട്. യോഗട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ലെറ്റർ എ ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് യോഗട്ടിൽ മുക്കിയിട്ട് തിന്നുന്നുണ്ട്. പേര് ഷാദിയ. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബർ നെയിം ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് ആണ് ഇന്ന്. ഫസ്റ്റ് നമ്മൾ കുടിക്കാനാണ് പോകുന്നത്. എമ്മിൽ നമ്മൾ മാസ കുടിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങേൻ്റെ ജ്യൂസ്. അത് കഴിഞ്ഞിട്ട് ഇയിൽ എഗ്ഗാണ് കഴിക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാത്ത
ഹാപ്പി ബിസ്ക്കറ്റാണ് എച്ചിൽ കഴിക്കുന്നത്. അത് തിന്നുന്നുണ്ട്. നല്ല സോഫ്റ്റ് ക്രീമെല്ലായിട്ട് അടിപൊളി ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റ്. എന്നിട്ട് നമ്മളെ സ്വന്തം ആൽഫലീബെ മിഠായി തിന്നുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ലെറ്റർ 6 റേസിൻസും കഴിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ക്യൂട്ട് നെയിം മെഹറാണ്. ഇന്നത്തെ അടിപൊളി പേര് സെലക്ട് ചെയ്തിട്ടുള്ള ഫുഡ് ചാലഞ്ചിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് റസ്ക് ആണ്. നല്ല എലൈറ്റിൻ്റെ റസ്ക്. 6 ലെറ്ററിലാണ് നമ്മളിത് എടുക്കുന്നത്. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് വളരെ ഒരു കുഞ്ഞു പേരാണ്. ഒരുപാട് ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പേരിന്. അങ്ങനെ ഒരു റസ്ക് കഴിച്ചിട്ട് രണ്ടാമത് ഞാൻ എടുക്കാൻ പോകുന്നത് ചോക്ലേറ്റ് സ്പ്രെഡ് അല്ല. ഈ ഒരു ഭണ്ഡാരപ്പെട്ടിൻ്റെ ഉള്ളിലുള്ളത് ഐ ലെറ്ററിൽ ഇംലി പുളിയാണ്. അതൊരു കഷ്ണം എടുത്ത് തിന്നുന്നുണ്ട്. നല്ല പിളിങ്കിട്ട, അയ്യോ കണ്ണ് ചിമ്മിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതുവരെ ഞാൻ കഴിച്ച് നോക്കാത്ത യോഗ ബാറാണ്. വൈ ലെറ്ററാണ് നമ്മളുടെ നെക്സ്റ്റ് ലെറ്റർ. അപ്പോൾ യോഗ ബാർ കഴിച്ച് നോക്കുന്നുണ്ട്. ഒരുപാട് ന്യൂട്രിയൻസിലുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിക്കുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് കുടിക്കുന്നത് അമൂലിൻ്റെ ഷേക്കും. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടിഫുൾ പേര് റിയ ആണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ കണ്ടതാണ് സബ്സ്ക്രൈബർ നെയിം ഫുഡ് ചാലഞ്ച്. കുറേ നെയിംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഫുഡ് ചാലഞ്ച് തന്നെയാണ്. അത് ഞാനിപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? കുറേ കുഞ്ഞു കൂട്ടുകാരുടെ പേര് കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ആരാധ്യ എന്ന് പറയുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോയിൽ വന്നു. ദുവ എന്ന് പറയുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോയിൽ വന്നു. നിസ എന്ന പേരുള്ള എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോയിൽ വരാൻ പറ്റി. അങ്ങനെ നമ്മൾ കുറേ കുഞ്ഞു കൂട്ടുകാരുടെ പേര് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇത് വിത്തൗട്ട് ഇനീഷ്യൽ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇത് എൻ്റെ തലയിലൊരു ബുദ്ധി ഉദിച്ചതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കുഞ്ഞു കൂട്ടുകാർക്ക് കൂടി സന്തോഷമാവൂലേ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ എല്ലാ വീഡിയോൻ്റെ താഴെയും കമൻറ്റ് ബോക്സിൽ ആയിരക്കണക്കിന് പേരുകൾ വരുന്നുണ്ട്. അവർ തന്നെ അവരുടെ ഫുഡ് ഓരോ ലെറ്ററിനെ കൊണ്ടുള്ള ഫുഡ് എഴുതിയിട്ട് തന്നെ തരുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കാണുമ്പോൾ. ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ വീഡിയോൻ്റെ താഴേന്നും ഒരു 3-4 പേരെടുത്തിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന പേരെടുത്തിട്ടാണ് ഈ ഫുഡ് ചാലഞ്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്കറിയില്ലേ? അതുപോലെയാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്. എന്നാലും ഞാനത് കൂട്ടിയിട്ട് മാക്സിമം ആക്കാൻ നോക്കാം. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാം എൻ്റെ താഴെ ഇങ്ങനെ കമൻറ്റ് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായി. നിങ്ങൾക്ക് കൂടുതൽ ഫുഡ് ചാലഞ്ചാണ് തോന്നുന്നത് ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഇടവിട്ടിട്ടെങ്കിലും സബ്സ്ക്രൈബർ നെയിം ഫുഡ് ചാലഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാ വീഡിയോക്കും സപ്പോർട്ട് തരണേ. കാരണം നമുക്ക് ഇന്നൊരു പേരാണെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് വേറൊരാളെ പേരെടുക്കും. എല്ലാവരെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിനോന്ന് എന്തായാലും കമൻറ്റിന് താഴെ പറയുക. പിന്നെ സബ്സ്ക്രൈബർ നെയിം ഫുഡ് ചാലഞ്ച് മാത്രമല്ല, നമുക്ക് കളർ ഫുഡ് ചാലഞ്ച് ചെയ്യുക, പലതരത്തിലുള്ള ഫുഡ് ചാലഞ്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ചാലഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് അതെല്ലാം അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറഞ്ഞേക്ക്. നമുക്ക് എന്തായാലും ചെയ്യാം. ഞാൻ കുറച്ചിങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ കാണാത്ത ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.